റഷ്യയോട് മല്ലടിക്കാനും റഷ്യൻ ആസ്തി തന്നെയാണ് യുക്രൈന് ശരണം. മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ യുക്രൈൻ കണ്ണുവെക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. റഷ്യൻ ആസ്തികൾ തങ്ങൾക്ക് കൈമാറാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് താൻ ആവശ്യപ്പെട്ടതായി യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി തന്നെയാണ് ഇപ്പോൾ തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. ഇതുവഴി കൂടുതൽ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാനും റഷ്യയുമായുള്ള സമാധാന ചർച്ചകളിൽ സുരക്ഷാ ഗ്യാരണ്ടിയായി കൂടുതൽ ശേഖരം ഉപയോഗിക്കാനും കഴിയുമെന്നാണ് യുക്രൈൻ കണക്കുകൂട്ടുന്നത്. 2022 ഫെബ്രുവരിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് $300 ബില്യൺ റഷ്യൻ സെൻട്രൽ ബാങ്ക് ഫണ്ടുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ തടഞ്ഞിരുന്നു. തുകയുടെ മുന്നിൽ രണ്ട് ഭാഗവും യൂറോപ്യൻ യൂണിയന്റെ പക്കലാണ് ഇപ്പോഴുള്ളത്. അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാനുമായി നടത്തിയ 3 മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ യുക്രൈൻ സമാധാനം ആഗ്രഹിക്കുന്നു എന്നാണ് സെലൻസ്കി അവകാശപ്പെട്ടത്. എന്നാൽ ട്രംപ് വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന 4 വർഷത്തിനപ്പുറം നിലനിൽക്കുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ ആവശ്യമാണെന്നും സെലൻസ്കി ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് ശേഷം നവംബറിൽ ഒരു ഫോൺ കോളിൽ നിയുക്ത ട്രംപുമായി ഈ വിഷയം ചർച്ച ചെയ്തതായും സെലൻസ്കി പറഞ്ഞു. യുക്രൈൻ, യൂറോപ്പ്, ഇന്ത്യ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ സൈനിക വ്യവസായത്തിന് ധാരാളം പണം ആവശ്യമാണ്. ഇതിനുള്ള പണം സുരക്ഷാ ഗ്യാരണ്ടികളിൽ നിന്നാണ് വേണ്ടതെന്ന് താൻ ട്രംപിനോട് പറഞ്ഞതാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. $300 ബില്യൺ മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്നും എടുക്കുക, അതിൽ നിന്നും യുക്രൈന്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിന് ആവശ്യമായ പണം കൈമാറാനും സെലൻസ്കി ആവശ്യപ്പെട്ടു. ഈ പണം ഉപയോഗിച്ച് അമേരിക്കയിൽ നിന്നും എല്ലാ ആയുധങ്ങളും വാങ്ങുമെന്നും സെലൻസ്കി പറഞ്ഞു. ഇത്തരമൊരു വ്യവസ്ഥ അമേരിക്കയെ സംബന്ധിച്ച് നല്ലതായിരിക്കുമെന്ന് സെലൻസ്കി അവകാശപ്പെടുന്നു. ഞങ്ങൾ റഷ്യയുടെ പണം ഉപയോഗിച്ച് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുമ്പോൾ ആ പണം തിരികെ അമേരിക്കയ്ക്ക് തന്നെയല്ലേ ലഭിക്കുന്നതെന്നാണ് സെലൻസ്കി ചോദിക്കുന്നത്. അതായത് റഷ്യക്കെതിരെ സന്നാഹത്തിന് റഷ്യൻ ആസ്തി തന്നെ ഉപയോഗിച്ച് ക്രയവിക്രയം നടത്തുക, കൈ നനയാതെ മീൻ പിടിക്കാനുള്ള സെലൻസ്കിയുടെ വ്യാമോഹം. അതേസമയം നാറ്റോയിൽ ചേരാനുള്ള യുക്രൈന്റെ ശ്രമത്തെ പിന്തുണയ്ക്കാൻ ബ്രറ്റിസ്ലാവയെ പ്രേരിപ്പിക്കുന്നതായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്നും €500 മില്യൺ തനിക്ക് കൈക്കൂലി നൽകാൻ സെലൻസ്കി ശ്രമിച്ചതായി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ കഴിഞ്ഞ മാസം ആരോപിച്ചിരുന്നു. ഫിക്കോയുടെ അഭിപ്രായത്തിൽ റഷ്യയുമായുള്ള ഗ്യാസ് ട്രാൻസിറ്റ് കരാർ നീട്ടേണ്ടതില്ലെന്ന യുക്രൈന്റെ തീരുമാനത്തിന് ശേഷം റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്ന സ്ലോവാക്യയ്ക്ക് ഒരു സമ്മാനമെന്ന നിലയിലാണ് സെലൻസ്കി ഈ ഓഫർ നടത്തിയത്. സെലൻസ്കിയുടെ ഈ അസംബന്ധ നിർദ്ദേശം താൻ നിരസിച്ചതായി സ്ലോവാക് പ്രധാനമന്ത്രി പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു. തനിക്ക് റഷ്യക്കാരോട് പുച്ഛമാണെന്ന് സെലൻസ്കിയുടെ വിപ്പ്, എന്നാൽ സത്യത്തിൽ പുച്ഛമല്ല, ഭീതിയാണ് റഷ്യയോടുള്ളത് എന്നത് സെലൻസ്കിയുടെ ഓട്ടപ്പാച്ചിലിൽ നിന്നും തന്നെ വ്യക്തമാണ്. അതേസമയം റഷ്യയുടെ ആസ്തികൾ പിടിച്ചെടുക്കുന്നതിന് ദുരുപയോഗത്തിനും കാരണമാകുന്നുവെന്നും പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ആഗോള വിശ്വാസത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുകയുണ്ടായി. ആവശ്യമെങ്കിൽ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഇത്തരം നീക്കത്തിനെതിരെ പ്രതികരിക്കുമെന്നും റഷ്യ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യയിലെ ഡെനാസ്കിലെ തന്ത്രപരമായ ഗതാഗത കേന്ദ്രമായ കുറോഖോവയും ഇപ്പോൾ യുക്രൈനിന്റെ അധീനതയിൽ നിന്നും റഷ്യൻ സൈന്യം പൂർണ്ണമായും മോചിപ്പിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ഡോൺബാസിലെ ഏറ്റവും വലിയ പ്രദേശമായ കുറോഖോവയാണെന്ന് റഷ്യൻ സൈനിക ഇടപെടലിന്റെ ഭാഗമായ റഷ്യ വീണ്ടെടുത്തിരിക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സൈനിക നടപടിക്ക് മുമ്പ് കുറോഖോവ് നഗരത്തിൽ ഏകദേശം 19,000 ആളുകൾ ഉണ്ടായിരുന്നുവെന്നതാണ് റഷ്യൻ മന്ത്രാലയം വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുക്രൈൻ ഭരണകൂടം കുറോഖോവയെ സൈനിക കേന്ദ്രമായും ഭൂഗർഭ ആശയവിനിമയത്തിനുള്ള ശൃംഖലയുമായുള്ള ശക്തമായ ഒരു കോട്ടയാക്കി മാറ്റിയിരുന്നു. റഷ്യൻ പ്രതിരോധ യൂണിറ്റുകളുടെ ത്വരിതമായ പ്രവർത്തനത്തിന് കുറോഖോവ് മുഖാന്തരം യുക്രൈൻ പലവട്ടം തടസ്സങ്ങൾ സൃഷ്ടിച്ചതായും റഷ്യൻ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. കുറോഖോവ് നഗരത്തെ പ്രതിരോധിക്കാൻ നിരവധി പ്രദേശ കൂലിപ്പടയാളികൾ ഉൾപ്പെടെ 15,000 സൈനികരെ യുക്രൈൻ ഭരണകൂടം വിന്യസിച്ചിരുന്നതായി മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. പ്രദേശത്ത് പീരങ്കികളും ടാങ്കുകളും ഉപയോഗിച്ച് സൈനിക ശക്തിയെ യുക്രൈൻ ഇരട്ടിക്കുകയും റഷ്യൻ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു. കുറോഖോവയെ തിരിച്ചുപിടിക്കുന്നതിനായി റഷ്യൻ സൈനികർ നടത്തിയ ആക്രമണത്തെ തുടർന്ന് യുക്രൈനെ പ്രദേശത്ത് വിന്യസിച്ചിരുന്ന 80% സൈനികരെ 40 ടാങ്കുകളും മറ്റ് കവചിത യുദ്ധവാഹനങ്ങളും ഉൾപ്പെടെ വിവിധ സൈനിക വാഹനങ്ങളും യുദ്ധ ഉപകരണങ്ങളും നഷ്ടമായതും റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തു. നഗരത്തിന് വേണ്ടിയുള്ള 2 മാസത്തെ പോരാട്ടത്തിൽ പ്രതിദിനം 150-നും 180-നും ഇടയിൽ യുക്രൈൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുള്ളതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറോഖോവ് റഷ്യ പിടിച്ചെടുത്തതോടെ ഡെനാസ്കിലെ യുക്രൈൻ സൈന്യത്തിനുള്ള ലോജിസ്റ്റിക് പിന്തുണയെ അത് കാര്യമായി ബാധിക്കുമെന്നും 2014 മുതൽ വെടിവെപ്പിന് വിധേയമായ ഡെനാസ്കിലെ ഷെല്ലാക്രമണം നടത്താനുള്ള യുക്രൈൻ സേനയുടെ കഴിവും ഇത് നഷ്ടപ്പെടുത്തുന്നുവെന്നും റഷ്യൻ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കുറോഖോവ് ഏറ്റെടുക്കുന്നതിനെ തുടർന്ന് റഷ്യൻ സൈന്യത്തിന് ഇനി ഡെനാസ്കിലെ പീപ്പിൾസ് റിപ്പബ്ലിക്കിനെ തിരിച്ചുപിടിക്കാനും അതിവേഗം സാധിക്കുമെന്നും റഷ്യൻ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. അതേസമയം റഷ്യയെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആണവായുധങ്ങളില്ലെന്ന് വിലപിക്കുകയാണ് വ്ളാഡിമിർ സെലൻസ്കി. US പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാനുമായുള്ള അഭിമുഖത്തിലാണ് സെലൻസ്കി ഈ കാര്യം വ്യക്തമാക്കിയത്. പാശ്ചാത്യ ശക്തികൾ മതിയായ സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നതിൽ പരാജയപ്പെട്ടതിലുള്ള യുക്രൈനിയൻ ഭരണാധികാരിയുടെ നിരാശ സെലൻസ്കിയുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു.
യുക്രൈനിന്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന അവഗണിച്ചതിന് അമേരിക്ക, ബ്രിട്ടൻ, മറ്റ് ആണവ ശക്തികൾ എന്നിവയെ യുക്രൈനിയൻ നേതാവ് വിമർശിച്ചു. യുക്രൈന് മുന്നിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇനിയുള്ളത് 2 വഴികളാണ്. ഒന്നുകിൽ നാറ്റോ ചേരുക, അല്ലെങ്കിൽ ആണവായുധങ്ങൾ നേടുക. എന്നാൽ ഇത് രണ്ടും നടപ്പാകാൻ പോകുന്നുമില്ല.